പിന്നെ ഞാൻ തോക്കില്ല എന്നുള്ളത് എൻ്റെ വാശിയാണ്. അങ്ങനത്തെ ഒരു വാശിയുടെ പുറത്ത് ഉണ്ടായ ജയങ്ങൾ തന്നെയാണ്. ആ കോംപ്രമൈസിന് ഞാൻ തയ്യാറില്ല ഒരു സമയത്തും. ഇത് തെളിയിക്കുന്നത് എത്ര എനിക്കിനി വയസ്സായാലും അന്ന് ഞാൻ വന്ന് പറയും 90 വയസ്സ് കയറ്റി അതേ നിങ്ങളറിഞ്ഞോ കേസിൻ്റെ വിധി വന്നിട്ടോ എന്ന് പറയും. വിനോദേട്ടൻ നമുക്കിങ്ങനെ വയറായിട്ട് കാല് തുടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാല് നീട്ടിയിരിക്കേണ്ട ഒരു ഷോട്ടിൽ കാലിൻ്റെ അടിയിൽ അഴുക്കുണ്ട്. അപ്പോൾ അത് വിനോദേട്ടൻ വെട്ടിഷൂട്ട് തുടച്ചൊക്കെ തന്നിട്ട് തരണം ചെയ്യേണ്ടി വന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ നമുക്കതിൻ്റെ സീരിയസ്നെസ് അറിയത്തോണ്ട് എനിക്കത് തമാശയായിരുന്നു. വാർത്തയിലൊക്കെ ഇങ്ങനെ ഫോട്ടോ വരുമ്പോൾ ഫേമസ് ആയില്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ, മനീഷ രാത്രി 11-12 മണിക്കാണ് കുമ്പളത്തുള്ള എൻ്റെ വീട്ടിൽ വന്നിട്ട് അതല്ല ഇത് കുറച്ച് സീരിയസ് ആണ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മുടെ കൂടെ വന്ന് നിന്ന ആൾക്കാർ, എനിക്ക് ആദ്യമായി ഫുഡ് തന്നവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർത്ത് വയ്ക്കാൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിമിഷം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവരൊക്കെ എങ്ങോ പോയി മറയും. ആക്ച്വലി ഓരോ കാര്യങ്ങൾ അവനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ മൂമെൻറ്റിലും അവൻ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരിക. ഓരോരുത്തർ ശ്രീനെ തിരിച്ചറിയുന്നു, അവരുടെ ഭാഷയിൽ വന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര വലിയ മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ എപ്പോഴും പറയും, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ എന്താണ് ചെയ്യണത് അതുപോലെ പുള്ളി അങ്ങ് പഠിച്ചു വെക്കും. ഒരു സ്ത്രീ എന്ത് കൊടുത്താലും, അത് കള്ളമാണെങ്കിലും സത്യമാണെങ്കിലും, ഒരു സ്ത്രീ എന്ത് കൊടുത്താലും ആ സ്ത്രീനെ പറ്റിയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ പറ്റിയോ നമുക്ക് പുറത്ത് പറയാൻ പാടില്ല. ടാർസൺ എന്ന് പറയുന്ന നാടകം നിങ്ങൾ ലാസ്റ്റ് പെർഫോം ചെയ്തത് ഓസ്ട്രേലിയയിലാണ്. എൻ്റെ മാഷെപ്പോഴും പറയും, നമ്മൾ വിശ്വസിക്കുകയല്ല ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് ശ്രീയോട് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇപ്പം ഇന്നലെയും കൂടെ ഞങ്ങളത് സംസാരിച്ചിട്ടുള്ളൂ. അതായത് മെമ്മറീസ് കൊടുത്ത ഒരു ഹൈപ്പ് പിന്നീട് എന്തുകൊണ്ട് ഇല്ല എന്നുള്ളതിന് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പല ഡയറക്ടേഴ്സും പറയുന്നത് ഷോട്ടാ മറന്നുപോയടാ, മനസ്സിലായില്ലേ? അതായത് ഒരുപാട് പേര് ചാൻസ് ചോദിച്ചു വരികയാണ് അവരുടെ മുന്നിൽ. അപ്പോൾ പാവം അവൻ 10 വട്ടം ചോദിച്ചല്ലേ കൊടുത്തേക്കാം, മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു വിളിയോ അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പോ ശ്രീയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്രയോ കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ആഘോഷമാക്കി മാറ്റിയേനെ. ലിംഗസ്വാമിയുടെ ഒരു പടത്തിൽ പോയിട്ട് അഭിനയിച്ചു തെലുങ്കിൽ, അറിഞ്ഞിരുന്നോ? അതാണ്. എന്നിട്ട് അതിൻ്റെ റിലീസിന് ഹൈദരാബാദിൽ പോയി, ഞാൻ പോയി കൂടെ. അതൊക്കെ പോയി അവിടെ അവരുടെ ഫങ്ഷനിൽ സാറിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ സാറ് വിളമ്പി തന്നു. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്കൊക്കെ ആയിരുന്നെങ്കിൽ ഞാനത് വലിയ ആഘോഷമാക്കി എല്ലാവരും അറിയിച്ചേനെ. പിന്നെ പക്ഷേ ശ്രീക്ക് അങ്ങനത്തെ ഒരു നേച്ചർ അല്ലാത്തത് കൊണ്ട് അതൊരു കാരണമാണെന്ന് ഞാൻ പറയും. കാര്യം ഇന്നത്തെ കാലത്ത് നമ്മൾ അത്തരം കണക്ഷൻസ് വെക്കണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ശ്രീയുടെ ഒരു ഫോട്ടോ ഇടണമെങ്കിൽ ഞാനൊരു 10 വട്ടം പറയണം. അത്തരം കാര്യങ്ങളിൽ പുറകോട്ടാണ്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രീയോട് പറയാം, അങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക, ഒരു നമ്മുടെ ബൂസ്റ്റ് ചെയ്യാൻ മറ്റുള്ളവരെ നമ്മൾ ഏർപ്പാടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ അല്ലേ ആദ്യം ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും ഈ പറയുന്ന നമ്മുടെ ഡയറക്ടേഴ്സിന് ഒന്ന് ഓർമ്മ വരണ്ടേ? അത് ഞാൻ എപ്പോഴും പറയും. ഞാൻ എന്നിട്ട് എപ്പോഴും വിചാരിക്കും, ഈ ലിംഗസ്വാമിയുടെയൊക്കെ ഒരു പടം എനിക്കിപ്പോഴും അത് അത്ഭുതമാണ്. ശ്രീനെ വിളിച്ചു, ശ്രീ പോയി ചെയ്യുന്നു. അതും ഒരു വില്ലനായിരുന്നു. വില്ലൻ. എന്നിട്ടും അത് കഴിഞ്ഞിട്ടും എനിക്ക് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റ് കയറുന്ന കുറച്ച് സമയമുണ്ട്, 2-3 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈദരാബാദ് സ്വീറ്റ്സ് നല്ലതാണ്, ബിരിയാണി നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോ കടയിൽ കയറുമ്പോൾ ഓരോരുത്തർ ശ്രീനെ തിരിച്ചറിയുന്നു, അവരുടെ ഭാഷയിൽ വന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര വലിയ മൊമെന്റ്സ് ആയിരുന്നു. പക്ഷേ ശ്രീക്ക് അതൊന്നും വലിയ ഇതായിട്ട് എക്സൈറ്റ് ചെയ്യിക്കാറില്ല. തീർച്ചയായിട്ടും എക്സൈറ്റ് ചെയ്യിക്കാറില്ല, ഉറപ്പായിട്ടുമില്ല. അതാണല്ലോ നമ്മുടെ മൈൻഡിലും അതാണല്ലോ. ഏത് ക്യാരക്ടർ നമ്മൾ ചെയ്യാതെ എല്ലാവരും തിരിച്ചറിയപ്പെടുന്ന ഒരു ഇതിലോട്ട് എത്തുക എന്നുള്ള തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇന്നെ പോലെ ആഘോഷിക്കാൻ അറിയില്ല, അതാണ്. എനിക്ക് ചെറിയ കാര്യം മതി, ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. എനിക്ക് 2 ബർത്ത്ഡേ ആഘോഷമുണ്ട്, ശ്രീയുടെ 2 ബർത്ത്ഡേ, മോൻ്റെ 2 ബർത്ത്ഡേ, എല്ലാം 2 ബർത്ത്ഡേ ആഘോഷമുണ്ട്. പിന്നെ എല്ലാം ഞാൻ ആഘോഷിക്കും.
അപ്പൊ ഇതൊന്നും ശ്രീ ആഘോഷിക്കില്ല. ഇല്ല. ഞാനാണെങ്കിൽ ആഘോഷിച്ചേ. ശരിക്കും ഇപ്പം നമ്മുടെ കുറച്ചു കാലം മുമ്പ് വരെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബിസിനസ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ബിസിനസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ സെൽഫായിട്ട് പ്രത്യേകിച്ച് PR ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആൾക്കാർ വരും, സാധനങ്ങൾ വാങ്ങും, അങ്ങനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ വേൾഡിലാണ്. എല്ലാവരും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, PR ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ PR ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ശരിക്കും നമ്മുടെ ഇപ്പൊ എല്ലാ കാറ്റഗറിയിലും അങ്ങനെയൊന്നും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ എത്രത്തോളം ആവശ്യകതയാന്ന് തോന്നുന്നുണ്ട് ചേച്ചിക്ക്? അല്ല, എനിക്കതിന്റെ ആവശ്യകത അറിയാം. അതുകൊണ്ടാണ് ഞാൻ രാത്രി 1 മണിക്ക് 2 മണിക്ക് ഇരുന്ന് സാരിയുടെ വീഡിയോ ചെയ്യണേ. അല്ല, ഇപ്പോഴത്തെ കാലത്ത് അത് ആവശ്യമാണ്. കാര്യം ടെലിവിഷനിൽ നിന്നും ഒക്കെ ആൾക്കാരുടെ കയ്യിൽ മൊബൈലിലേക്ക് മാറി ലോകം എന്ന് പറയുന്നത്. ഇപ്പം മറിമായം തന്നെ കൂടുതൽ പേരും കാണുന്നത് ഒന്നില്ലെങ്കിൽ മനോരമ മാക്സിലാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന കട്സാണ്. അത് കണ്ടിട്ടാണ് നമുക്ക് അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പം അതുപോലെ നമ്മളും മാറണം. അല്ലാതെ നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് കാര്യമുണ്ടോ? നടക്കില്ല. നമ്മളും മാറണം. എന്തെങ്കിലും അങ്ങനെ മാറ്റം സാധ്യതയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഇതുവഴി തന്നെയാണല്ലോ ഉണ്ടാകണം. മാറ്റം അനിവാര്യം. അപ്പം അത് തീർച്ചയായിട്ടും ഉണ്ടാകും. പുതിയ പുതിയ പ്രോജക്റ്റുകൾ പണിപ്പുരയിലാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഞാനും സുനിൽ സുഗതയും ചെയ്യുന്നൊരു നാടകമുണ്ട്. അത് ജയപ്രകാശ് കുളിർ മാഷ് തന്നെ സംവിധാനവും രചനയും ചെയ്ത ടാർസൺ എന്ന് പറയുന്ന നാടകം. നിങ്ങൾ ലാസ്റ്റ് പെർഫോം ചെയ്തത് ഓസ്ട്രേലിയയിലാണ്. അവിടുത്തെ ഒരു മലയാളി ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. വളരെ സക്സസ്ഫുള്ളായിരുന്ന പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ്. അതെ അതെ അതെ, ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേര് മാത്രമാണ് ആ നാടകത്തിലുള്ളത്. അപ്പോൾ അത് വളരെ ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഡ്രാമയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ മുടിയൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വേറൊരു തരത്തിലുള്ളൊരു പ്രോജക്റ്റായിട്ട് മാറ്റാനുള്ളൊരു ശ്രമത്തിലാണ് ഞങ്ങൾ. അത് ഉടനെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ വരും ഇനി കുറച്ച് നാൾ കഴിഞ്ഞത് കാണാമല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാ ഇപ്പോൾ സ്ക്രിപ്റ്റും കാര്യങ്ങളും അതൊക്കെ ചേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? എല്ലാം എൻ്റെ ഭാഗത്തുനിന്നല്ല, എല്ലാം ജയപ്രകാശ് കുളൂർ അദ്ദേഹം മാഷാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു ജേണി കൂടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള എന്തെങ്കിലും ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഡ്രീം തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ചൊരു നാടകം ചെയ്തിരുന്നു. അത് പ്രശാന്ത് മാസ്റ്റർ തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. മാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു കുളൂർ മാഷിൻ്റെ തന്നെ നാടകങ്ങൾ. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് 2-3 കാര്യങ്ങൾ മാഷ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഓരോന്ന് വേഗം എത്രയോ വേഗം ചെയ്യണം, അത്രയും വേഗം ഇനിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വേഗം സംഭവിക്കട്ടെ അല്ലേ? ഇപ്പം ചേച്ചിയാണെങ്കിലും പെർഫോമൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുന്നതാണ്. ഇപ്പം ചേച്ചിയുടെ ഒരു പെർഫോമിംഗ് കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നൃത്തത്തോടൊപ്പം തന്നെ ഇപ്പം ഭരതനാട്യമാണെങ്കിലും കുച്ചിപ്പുടി ആണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും നമ്മൾ ഒരുപാട് കാണുന്നതാണ്, കേൾക്കുന്നതാണ്. പക്ഷേ കഥകളി, ഓട്ടംതുള്ളൽ അത് നമുക്ക് നമ്മുടെ ഒരു കൾച്ചറിനോടും ഒരു പക്ഷേ നാടിൻ്റെ ഒരു കൾച്ചർ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനോടൊക്കെ വലിയൊരു പങ്കുണ്ട്. അപ്പം പുറത്തേക്ക് ഇപ്പം എബ്രോഡിലൊക്കെ ചേച്ചി പോകാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു കൾച്ചർ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിലുള്ളൊരു റോള് എത്രത്തോളം ഉണ്ട്? അല്ല, ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഇപ്പം എന്നെ ഒറ്റയ്ക്ക് വിളിക്കുന്ന പ്രോഗ്രാമുകളുണ്ടാവും, നമ്മളെ ഗസ്റ്റായിട്ട് വിളിക്കുന്ന പരിപാടികളുണ്ടാവും. അപ്പം അത്തരം സ്റ്റേജുകളിൽ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇപ്പം മറിമായം ടീമായിട്ട് പോകുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് മറിമായം ടീമിൻ്റെ ഷോ ആണ് നമ്മൾ ചെയ്യുക. അതല്ലാതെ ഒറ്റയ്ക്കൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് ഓപ്ഷൻ കൊടുക്കാറുണ്ട്. ഓട്ടംതുള്ളൽ, അതല്ലെങ്കിൽ കഥകളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്കൊന്നും അത്രയ്ക്ക് പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ പരമാവധി അത്തരം സ്റ്റേജുകളിലൊക്കെ ഓട്ടംതുള്ളൽ അല്ലെങ്കിൽ കഥകളി പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്സ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കഥകളിയും ഓട്ടംതുള്ളലും മോഹിനിയാട്ടമൊക്കെ ഒരു അഭിനയ രീതി എന്നൊക്കെ പറയുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു ശൈലിയാണ്. അപ്പം അതിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാനും ഒരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ ചെയ്യാനും അത് പെർഫോം ചെയ്യാനും ഒക്കെ ആ വേദികൾ ഉപയോഗിക്കാറുണ്ട്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്, പെർഫോമൻസുകളൊക്കെ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിക്കാറുണ്ടോ? ഇവിടെയല്ല, കൂടുതൽ നമ്മൾ പുറത്തേക്കാണല്ലോ നമ്മളെ ഗസ്റ്റായിട്ട് കൊണ്ടുപോകുക. അപ്പം അങ്ങനെയാണ്. ഇവിടെ പിന്നെ എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് 100% എൻ്റെ മാഷുമാർ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയും റിസ്ക് ഇല്ല. നമുക്കിപ്പോൾ അങ്ങനെ ഒരു വർക്ക്ഷോപ്പോ കാര്യമോ വരുവാണെങ്കിൽ, ഇപ്പം എൻ്റെ ഓട്ടംതുള്ളൽ മാഷ് കലാമണ്ഡലം പ്രഭാകരനാണ്. അപ്പോൾ മാഷൊക്കെ ഒരു വർക്ക്ഷോപ്പ് വന്നാലും ചിലപ്പോൾ മാഷിൻ്റെ കൂടെ ഞാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ മാഷിൻ്റെ മറ്റ് സ്റ്റുഡൻസ് പോകാറുണ്ട്. അങ്ങനെ ആരാണോ അവൈലബിൾ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സ്കൂളുകളിലൊക്കെയാണ് കൂടുതലും അത്തരം പരിപാടികൾ. ഓക്കെ. അപ്പം ചേട്ടൻ ഓൾറെഡി ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ടുള്ളതാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് അങ്ങോട്ടേക്ക് പുതിയൊരു കാര്യം ആൾക്കാരിലേക്ക് കൊടുക്കാന്നുള്ളതാണല്ലോ? അതെ അതെ, അല്ല അത്തരം ഗ്രൂപ്പുകൾ നമ്മുടെ പ്രത്യേകിച്ച് നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കുക, അവർ പെർഫോം ചെയ്യുക, ചില ഗ്രൂപ്പുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അവിടെയുള്ള ഒരു വിഭജിക ഗ്രന്ഥശാല എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ടീമാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചതും പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. അതിനുശേഷം മറ്റ് പല കാര്യങ്ങളായിട്ട് ഞങ്ങളെ ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടേക്ക് താമസിക്കാൻ വേണ്ടി അവർ വിളിച്ചേക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യൂ, ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ. മീൻസ് അത്രയ്ക്ക് ഒരു സപ്പോർട്ടൊക്കെ ചെയ്യുന്നൊരു ടീമാണ്. അപ്പം മറ്റ് പല നാടകങ്ങളും ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് മൂവീസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ടേക്കൊക്കെ പോകാനൊക്കെ ഉള്ളൊരു ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അത്തരം ആർട്ട് ഫോമിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ആൾക്കാരുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അവർ, ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന മാഷിൻ്റെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ ആക്ടിങ് ഓറിയൻറ്റഡ് വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ടീം പല രാജ്യങ്ങളിൽ നിന്നുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ കുറച്ചുകൂടെ അടുത്തറിയാന്നുള്ള അവിടെ നിന്നുള്ള കുറച്ച് ഗ്രൂപ്പ് ടീമുകൾ ഈ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവർ ഇപ്പം എല്ലാ രാജ്യക്കാരും എങ്ങനെയാണ് ഒരുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ? എല്ലാ രാജ്യക്കാരും എല്ലാം മലയാളികളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ആൾക്കാരാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയ മലയാളികളാണ് കൂടുതലും. ഓക്കെ. ഈ പറഞ്ഞ പോലെ തന്നെ നാടിൻ്റെ എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടനൊരു കലാകാരൻ എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ട് എന്നുള്ളതാണ്. ഒരു പാട്ട് കൂടെ നമുക്കൊരു പാടിയാലോ? ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ, യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ. അടിപൊളി. രണ്ടുപേരോടും കൂടി ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ പല മൊമെൻറ്റിലും നമ്മൾക്ക് ഒരുപാട് റിയലൈസേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ലൈഫിൽ ചില റിയലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് വീണ് പോകുമ്പോൾ ആരൊക്കെയാണ് കൂടെ ഉണ്ടാവുക, കൂടെ ഇല്ലാതിരിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ റിയലൈസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഈ രീതിയിൽ പോകണം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് തോന്നുമല്ലോ. അപ്പം ചുറ്റുമുള്ളവരെയൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്, നമുക്ക് കുറച്ചുകൂടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അത് ഒരുപാട് സമയങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ ഇതുപോലെ അല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഭയങ്കര ചേഞ്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്കൊരു വലിയ വീഴ്ച തന്നെയായിരുന്നു അത്. നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോയിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ കഥകളിയുണ്ടോ ഓട്ടംതുള്ളലുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു അതൊക്കെയായിരുന്നു അന്നത്തെ നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത്. ഞാൻ MA പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മുടെ കൂടെ വന്ന് നിന്ന ആൾക്കാർ, എനിക്ക് ആദ്യമായി ഫുഡ് തന്നവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർത്ത് വയ്ക്കാൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരുണ്ടാവും, ആരുണ്ടാവില്ല, എങ്ങനെയായിരിക്കും നമ്മൾ മനുഷ്യരെ കൂടെ നിർത്തേണ്ടത്
എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ഇപ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കില്ല നമ്മൾ വീഴുമ്പോൾ വരിക. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് നമ്മൾ ഒരു സമൂഹ ജീവി ആവണം എന്ന് ഞാൻ പഠിച്ചു അന്ന്. മറ്റുള്ള മനുഷ്യരോട് എന്തുകൊണ്ട് സ്നേഹം കാണിക്കണം, അല്ലെങ്കിൽ കരുണ കാണിക്കണം എന്നൊക്കെ ഒരുപാട് പേരുടെ സ്നേഹവും കരുണയുമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോകേണ്ട ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അത്. അതിൽ നിന്നാണ് ഞാൻ ഒന്ന് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മളുടെ ഓരോ സമയങ്ങളിലും നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മളത് തിരിച്ചറിയല്ലോ. അങ്ങനത്തെയൊക്കെ ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളുമാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ എൻ്റെ മറിമായത്തിൻ്റെ ആൾക്കാർ എന്നെ പൊന്നു പോലെയാണ് നോക്കി കണ്ട് നടന്നത്. ഞാൻ എപ്പോഴും അല്ലെങ്കിൽ എൻ്റെ വിനോദ് കോവരില്ലേ, വിനോദേട്ടൻ, നമുക്കിങ്ങനെ വയറായിട്ട് കാല് തുടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാല് നീട്ടിയിരിക്കേണ്ട ഒരു ഷോട്ടിൽ കാലിൻ്റെ അടിയിൽ അഴുക്കുണ്ട്. അപ്പോൾ അത് വിനോദേട്ടൻ വെട്ടിഷൂട്ട് തുടച്ചൊക്കെ തന്നിട്ട് അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് എനിക്ക്. ഒരുപാട് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ എന്നെ കൂളാക്കിയ ഒരുപാട് ആൾക്കാർ. അവർ മാത്രമല്ല കേട്ടോ, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും. ഒരുപാട് പേര്. പിന്നെ അവരുടെ ഭാര്യമാരുടെ കാര്യമൊക്കെ പറയാൻ തുടങ്ങി. ഇതൊന്നും പോരാ സമയം. പിന്നെ ഒരു മണിക്കൂർ നേരത്തേക്ക് മുളന്തുരുത്തി വരെ യാത്ര ചെയ്ത് വന്ന് എന്നെ കൊണ്ട് പത്തിരിയും ഗ്രീൻ പീസ് കറിയും കഴിപ്പിച്ചിട്ട് പോയ നിയാസ്കയുടെ വൈഫ് എനിക്ക് മോനും തേക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്ന് പാലക്കാട് നിന്ന് കൊണ്ടുവന്ന മണിയൻ്റെ വൈഫ്. അങ്ങനെ ഒരുപാട് എനിക്കും മോനും വേണ്ടി ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരേ അല്ല, ഒരിക്കലും നമ്മൾ വിചാരിച്ച ആൾക്കാരേ അല്ല. അങ്ങനെ ഒരുപാട് സമയങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം ഈ ഇടയ്ക്ക് ഞങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞാൽ നമുക്കതിൻ്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ട് എനിക്കത് തമാശയായിരുന്നു. വാർത്തയിലൊക്കെ ഇങ്ങനെ ഫോട്ടോ വരുമ്പോൾ ഫേമസ് ആയില്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ, മനീഷ രാത്രി 11:30-12 മണിക്കാണ് കുമ്പളത്തുള്ള എൻ്റെ വീട്ടിൽ വന്നിട്ട്, അതല്ല, ഇത് കുറച്ച് സീരിയസ് ആണ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഇപ്പോഴും അവൾ തന്നെയാണ് ആ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവം അതിൽ നമുക്ക് നമ്മൾ നിരപരാധിയാണ്, അതിൽ പേടിക്കേണ്ട കേസൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു നിയമപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി നമുക്ക് അറിവില്ല. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല മനീഷ അത് കണ്ടിട്ട് വീട്ടിൽ വരും എന്നൊന്നും. അവൾ വന്ന് അതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അപ്പോഴും നമ്മൾ കളിച്ച് എന്തോ ആയിപ്പോയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മുടെ കൂടെ നിന്ന് എൻ്റെ ബ്രദേഴ്സ്, ബാംഗ്ലൂരുള്ള എൻ്റെ ചേട്ടൻ ഗോവൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. എൻ്റെ മാഷെപ്പോഴും പറയും, നമ്മൾ വിശ്വസിക്കുകയല്ല ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ശ്രദ്ധ നമുക്കുണ്ടാവണം എപ്പോഴും. അപ്പോൾ അത് സുഹൃത്തുക്കളുടെ ഇടയിലായാലും, ഹസ്ബൻഡും വൈഫും ആയിരുന്നാലും, അച്ഛനമ്മ മക്കൾ, എല്ലാവരുടെ ഇടയിലും ഒരു ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ശ്രദ്ധ എപ്പോൾ നഷ്ടപ്പെടുന്നു, അപ്പോൾ നമുക്കിതുപോലുള്ള സംഭവങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ചിലരെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. അതിന് മുമ്പേ അവർ നമ്മുടെ കൂടെ വളരെ അടുത്തൊക്കെ നിന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അതൊക്കെ എല്ലാം മറന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവരൊക്കെ എങ്ങോ പോയി മറയും. നമ്മൾ കണ്ട ഒരു ഇതുപോലും ഉണ്ടാവില്ല. അത് ചില സന്ദർഭങ്ങൾ നമുക്ക് ഇതുപോലെ ചില സന്ദർഭങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുക. അത്തരം റിയലൈസേഷൻസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കാം. നമുക്കൊരു ലെസൺ ഓരോ ടൈമിലും തരുന്നതായിരിക്കും. ഇപ്പം ലൈഫിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് വളരെ കൂളായിട്ട് ചേച്ചി പറഞ്ഞത്, രണ്ടുപേരും പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമുക്ക് വളരെ കൂളായിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മളെ യാതൊരു രീതിയിലും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മളതിനെ കണ്ടിരുന്നില്ല, ആക്ച്വലി കാണുന്നുമില്ല. അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെയാണ്, നമ്മുടെ ഫാമിലി ഫ്രണ്ടും കൂടെയൊക്കെയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ അത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല. എങ്കിലും അതൊരു മറ്റൊരു സാധാരണ
ഒരു അല്ലെങ്കിൽ സാധാരണ ആളെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഒരു ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരം ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ തകർന്നു പോകും. വളരെ അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് വരിക എന്ന് ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റാതെ പല പല കാര്യങ്ങളിലോട്ട് അവർ പോകാം. പല അപകടങ്ങളും പറ്റും അങ്ങനെയാണെങ്കിൽ. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ തകർന്നു പോവാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ ലൈഫിൽ മുന്നേ ഉണ്ടായ കാര്യങ്ങളും ഒക്കെയാണോ ഇങ്ങനെ ലൈഫിനൊരു സ്ട്രോങ് ആക്കി മാറ്റിയത്? എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കണത്, ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ നഷ്ടം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ ലോകത്ത് എന്തും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും ശ്രീയോട് പറയണം, ഞാൻ വിചാരിക്കാതെ എന്നെ തകർക്കാൻ പറ്റില്ല. എങ്ങനെയൊക്കെ എന്നെ മാനസികമായിട്ട് തകർക്കാൻ നോക്കിയാലും ആ ഒരു സമയത്തൊരു പക്ഷേ ഞാൻ വിഷമിച്ചിരുന്നാലും പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ പണി ചെയ്യും, എൻ്റെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതെനിക്ക് വാശിയുമാണ്. പിന്നെ ഞാൻ തോക്കില്ല എന്നുള്ളത് എൻ്റെ വാശിയാണ്. അങ്ങനത്തെ ഒരു വാശിയുടെ പുറത്ത് ഉണ്ടായ ജയങ്ങൾ തന്നെയാണ് ഇപ്പോൾ എന്നെ കുറച്ച് പേര് അറിയുന്ന, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലൊക്കെ അത്തരം കുറേ വാശികളായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപ്പോഴും നമുക്ക് നമ്മൾ മാറ്റപ്പെടും, നമ്മൾ എവിടെയൊക്കെ പോയി പോകും. പിന്നെ സ്നേഹയ്ക്ക് ഞാൻ പോകുന്ന സ്ഥലങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് കാണുകയും അറിയുകയും ചെയ്യാവുന്നത് കൊണ്ട് അവരെ പിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അല്ല, പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഈ ഒരു കേസിൽ ശ്രീനെ ഒരിക്കലും ഞാൻ ടെൻഷൻ കൊടുത്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പലരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശ്രീക്ക് അങ്ങനത്തെ ഒരു ചാൻസ് ഞാൻ കൊടുത്തിട്ടില്ല. ശ്രീനെ എപ്പോഴും കൂളാക്കിയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. കാര്യം എൻ്റെ അത്രയും മെൻ്റൽ സ്ട്രെങ്ത് ഒരിക്കലും ശ്രീക്കില്ല, അതെനിക്കറിയാം. ഇപ്പം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലീഗൽ സൈഡ് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആ രീതിയിൽ തന്നെയായിരിക്കും ലീഗൽ സൈഡ്. ഇപ്പം അങ്ങനെ ഒരു ഫ്രണ്ട് ഓടി വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമുക്ക് കുറച്ചെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലീഗൽ സൈഡ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഒരു ബേസിക് ആയിട്ടും ലീഗൽ സൈഡ് അറിയണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഈ കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടു. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ എന്താ നിങ്ങൾ മിണ്ടാത്തേന്ന് ചോദിച്ച് വീഡിയോസ് ഇട്ട ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ അവർക്കൊരു കേസ് തട്ടി അപ്പോൾ അവർ മിണ്ടാൻ പറ്റില്ല. കാര്യം അത് കോടതിയിലിരിക്കുന്ന കേസാണ്. ഒരു സ്ത്രീ എന്ത് കൊടുത്താലും, അത് കള്ളമാണെങ്കിലും സത്യമാണെങ്കിലും, ഒരു സ്ത്രീ എന്ത് കൊടുത്താലും ആ സ്ത്രീനെ പറ്റിയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ പറ്റിയോ നമുക്ക് പുറത്ത് പറയാൻ പാടില്ല. അത് ഇന്ത്യൻ നിയമമാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ അതനുസരിക്കണമെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങളിൽ നമ്മളെ രക്ഷിക്കാനുള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥയാണ്. അതുകൊണ്ട് അതിനെ ഇതായിട്ടാണ് ഞാൻ പോകുന്നത്. അതിൽ മാത്രമാണ് എനിക്ക് വിശ്വാസമുള്ളത്. കാര്യം ഞങ്ങൾ ഇനി ജയിക്കാൻ പോകുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലൂടെ മാത്രമാണ്. വേറെ ഒരാൾക്കും ഞങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. കാര്യം അത് കോടതിയിലാണ്. പിന്നെ അതല്ലെങ്കിൽ എന്ത് വേണം, നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ആ കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല ഒരു സമയത്തും. ഇത് തെളിയിക്കുന്നത് എത്ര എനിക്കിനി വയസ്സായാലും അന്ന് ഞാൻ വന്ന് പറയും 90 വയസ്സ് കയറ്റി അതേ നിങ്ങളറിഞ്ഞോ കേസിൻ്റെ വിധി വന്നിട്ടോ എന്ന് പറയും. ഞാൻ പറയും അതിത്ര ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വേണം. ഇല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസിലോട്ട് നമ്മൾ പോയി പോകും. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞാൻ ഇപ്പം മനീഷയായിട്ട് തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഞാനും കൂടെ നിന്ന് അവരെ കൂടെ നിന്നിട്ട് ഞാനും ഇത്തരം ഇതിലൊക്കെ ഞാനും ജോയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. അഡ്വക്കേറ്റ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് സാധാരണ ജനങ്ങളിലേക്ക് നല്ലതാണ്. നമുക്കറിയില്ലല്ലോ, കുറച്ചുകൂടെ ഒരു സിമ്പിൾ ഫോർമാറ്റിലേക്ക് നമുക്ക് തരുമ്പോൾ അതെ അത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനിയിപ്പം ബാക്ക് ടു നിങ്ങളുടെ വർക്കിലേക്കും മറിമായത്തിലേക്കും ഒക്കെ വരാം. മറിമായത്തിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു റോള് ഏതായിരുന്നു, ഒരു ക്യാരക്ടർ? എല്ലാം അങ്ങനെ തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ
ഒന്നാമത്തെ കാര്യം ഒരുപോലെ ആവരുത് എന്നുള്ളത് നമുക്ക് കേട്ടോ, മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയണത്. നമുക്ക് സ്വയം അങ്ങനെ ഒരു ചിന്ത ഉണ്ട്, ഒരേപോലത്തെ ക്യാരക്ടറുകളാവരുത്. പിന്നെ വയസ്സാവുമ്പോൾ ഉള്ള രീതികൾ എല്ലാം ചലഞ്ചിങ് തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കാറും. ഇന്നിപ്പോൾ എന്താ, ഇന്നിപ്പോൾ എങ്ങനെയാ എന്നൊക്കെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും അതിൽ അത്രയും സീരിയസ് ആയിട്ടാണ്. ഈസി ആയിട്ട് എടുക്കണ ആരും ഇല്ല അവിടെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരാണെങ്കിലും ഒരുപാട് വർക്ക്സ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള കമൻസ് ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാട് അങ്ങനെ വായിക്കാറൊന്നുമില്ല, എന്നാലും കുറേച്ചൊക്കെ. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അയച്ചു തരും. പിന്നെ ഇപ്പം മറിമായത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, നമ്മുടെ ഡയറക്ടറും അല്ലെങ്കിൽ അസോസിയേറ്റ് നമ്മുടെ ക്രൂ ഒക്കെ ഉള്ളത്. അപ്പോൾ അവർ ചിലപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു തരും, അങ്ങനെയൊക്കെ കാണും. സ്ഥിരമായിട്ട് അങ്ങനെ വായിക്കാറില്ല, സ്ഥിരമായിട്ട്. ഓക്കെ. അപ്പോൾ ഏത് രീതിയിലാണ് അങ്ങനെയുള്ളൊരു കമൻസ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ഇൻസ്പയർഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ ഉണ്ടായത്? അല്ല, ഒരുപാട് ആൾക്കാർ നമുക്കിങ്ങനെ കമൻറ്റുകൾ ഇടും. മറിമായത്തിൽ എങ്ങനെയാണ് ഈ വിഷയങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ നല്ലതായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വിഗ് വെച്ച അമ്മ അത് കണ്ടിട്ട് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിരുന്നു ആ എപ്പിസോഡ് വന്ന സമയത്ത്. അങ്ങനെ പിന്നെന്താ വെച്ചാൽ ഈ എവിടെ ചെല്ലുമ്പോഴും ഇപ്പം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും പിള്ളേരും ഒക്കെ കാണുമല്ലേ. അപ്പം നമുക്കത് വലിയൊരു ഉത്തരവാദിത്തമാണ്. നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ ഉത്തരവാദിത്തമാണ്, ഇനി അടുത്തത് നന്നാക്കണം എന്നുള്ളത്. ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഭാരമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ലേ, അപ്പം അത് വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ്. വേറെ എന്ത് ടെൻഷനും പ്രശ്നവും ഉണ്ടെങ്കിലും നമ്മൾ ആ എപ്പിസോഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ആവുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ചേട്ടൻ്റെ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിലേക്ക് ഇന്നാവുമ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പൂർത്തിയാക്കണം എന്നുള്ള ഒരു മൊമെൻ്റ് എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് അതിനോട് എത്രത്തോളം നീതി പുലർത്തി നമുക്ക് അതിൽ എത്രത്തോളം ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് അതിനോടൊപ്പം യാത്ര ചെയ്യാനാണ്. അതാണ് നമ്മുടെ ലൈഫ്. അതിലോട് കൂടിച്ചേർന്ന് അതിനോട് ഇഴുകിച്ചേർന്ന് പോകാനായിട്ട് ഉള്ള ശ്രമമാണ് എൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അതിനെ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരോടൊപ്പം നിൽക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ രണ്ടുപേരുടെ ലൈഫിൽ പുതിയൊരു ആഡ് ഓൺ എന്ന് പറയുന്നത് കേദാറാണ്. ബ്യൂട്ടിഫുൾ ആഡ് ഓൺ ആണ്. അപ്പോൾ കേദാർ വന്നതിന് ശേഷം ഇപ്പം നിങ്ങളുടെ രണ്ട് വ്യക്തികൾ ടേൺ ചെയ്ത് പാരൻസായി. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും പുതിയ ലെസൺ അവർക്ക് തീർച്ചയായും നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ലെസൺ, ഏതൊക്കെ ലെസണാണ് പഠിച്ചത്? ശ്രീ പഠിച്ചതെന്ന് പറഞ്ഞു. തീർച്ചയായും പാരന്റിങ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് യെസ് നമ്മളൊരു വളരെ ചെറിയ സബ്ജക്റ്റ് അല്ല. ആക്ച്വലി ഓരോ കാര്യങ്ങളും അവനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ മൂമെൻറ്റിലും അവൻ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാം. ചില പ്രത്യേക സമയത്തുള്ള പിണക്കവും ചില പ്രത്യേക ഇഷ്ടങ്ങളും. അപ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കുകയാണ്. അവനെ നമുക്ക് ആ ഒരു പാരൻറ്റിങ് എന്നുള്ള പാരൻറ്റിങ് എന്നൊക്കെ അത് ഒരു പ്രത്യേക ഒരു പഠനം, ഒരു സ്റ്റഡി തന്നെയാണല്ലോ. അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് വരെ വീണിരുന്നാൽ അവരപ്പം അത് ഗ്രാസ്പ് ചെയ്യും. ഇപ്പം ഇവൻ എടാ പോടാന്നൊക്കെ ഞാൻ ഞങ്ങളുടെ ഒരു പെറ്റുണ്ട്, ഓസ്കാർ എന്നാണ് പേര്. അപ്പോൾ അവൻ ചിലപ്പോഴത്തേക്ക് കളിച്ചുകൊണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് പോടാ മൂട് മാറുന്നില്ല, അങ്ങനെ ചിലപ്പോൾ ഞാനങ്ങനെ വിളിക്കാറുണ്ട്. സ്നേഹം അങ്ങനെ പോലും വിളിക്കാറില്ല കേട്ടോ. ഞാനങ്ങനെ അപ്പം 1-2 തവണ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് മോൻ പോടാ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ അപ്പോഴാണ് അപ്പോൾ അത്തരം എന്തായാലും നമുക്ക് പഠിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും, വാക്കുകളൊക്കെ കേൾക്കേണ്ടി. പക്ഷേ അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള അവന് അറിയില്ലല്ലോ. അപ്പോഴത് അത്തരം വാക്കുകളായിരിക്കും അവൻ. അപ്പോൾ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നതൊക്കെ ഇത്തരം ചെറിയ ഇതിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചും കെയർഫുള്ളായിട്ടൊക്കെ വേണം വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ. അപ്പോൾ അത് നമുക്കൊരു പാഠമായിരുന്നു, എനിക്കൊരു പാഠമായി.
അത് അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും ലൈഫ് കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടിയിട്ട് അത് അത്തരം ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഡിസിപ്ലിൻ ഇൻ ദ സെൻസ് നമ്മുടെ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങൾ എപ്പോഴും പറയും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ എന്താണ് ചെയ്യണത് അതുപോലെ പുള്ളി അങ്ങ് പഠിച്ചു വെക്കും. എപ്പോഴെങ്കിലും പിന്നെ അത് ഉപയോഗിക്കണം, നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ശ്രീയോടും ശ്രീ എൻ്റെ അടുത്തും പറയാറുണ്ട്, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയും, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, സൂക്ഷിക്കണം. അതും അവൻ പറയും സൂക്ഷിക്കണേ പറയും. അതും കേട്ടു, സൂക്ഷിക്കണേ എന്നറിയും. അപ്പൊ നമ്മള് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നത്. അതെ അതെ. പക്ഷെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് പുള്ളി. അവനങ്ങനെയാണ്, അങ്ങനെ ഭയങ്കര വഴക്കൊന്നുമുള്ള ആളൊന്നല്ല. പിന്നെ എൻ്റെ കൂടെ ലൊക്കേഷനിലൊക്കെ വരും. നേരത്തെയൊക്കെ അങ്ങനെ എപ്പോഴും കൊണ്ടുപോകില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴായി പിന്നെ ഇങ്ങോട്ട് പറയും, ഞാനുണ്ട്, മണിയപ്പൂപ്പനെ കാണണം, മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരും. ചെയ്തില്ലേ? ഇപ്പൊ അവൻ 39 ദിവസം ഉള്ളപ്പോഴാണ് ഞാൻ കേദാറും തിരിച്ച് മറിപ്പായത്തിൽ ജോയിൻ ചെയ്യുന്നത്, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വന്നപ്പോൾ അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ ഒരു എപ്പിസോഡിൽ ചെറുതായിട്ടൊന്ന് വന്നു. ഇപ്പോൾ വീണ്ടും മെസ്സിയുടെ ഒരു എപ്പിസോഡുണ്ട്. മെസ്സിക്കോയുടെ മോനായിട്ട് കേദാർ കുഞ്ഞു മെസ്സിയായിട്ട് വരുന്നുണ്ട്. ഉടനെ ടെലികാസ്റ്റ് വരും. അപ്പൊ ഇനി അങ്ങനെ സ്ക്രീനിലേക്ക് വരാൻ അവന് ഇഷ്ടമാണ്, മറിമായ ഭയങ്കര ഇഷ്ടമാണ്. അത് എങ്ങനെയാണ് അവന് മനസ്സിലായെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അവരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അവൻ്റെ വീട്ടിൽ ചെല്ലും പോലെയാണ് അവിടെ ചെല്ലുന്നത്. അവരുടെ കൂടെ കൊട്ടും പാട്ടുപാടും അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ലൈഫിൽ ഓഫ് കോഴ്സ് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. ഞങ്ങൾക്ക് പരസ്പരം ഇങ്ങനെ എവിടേക്കെങ്കിലും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഓക്കെ, അതന്നെയാണ്, മനസ്സിലാക്കൽ തന്നെയാണ്. പിന്നെ തുറന്നു പറച്ചിലൊരു വലിയ ഘടകമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് എല്ലാം തുറന്നങ്ങ് അടിച്ചു കളയും. ശ്രീ പക്ഷേ കുറച്ചും കൂടെ ഒരു പാവമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ പക്ഷേ ആ ഒരു സംഗതി വേണം. നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം എന്നുള്ളതാണ് ഇത്ര കാലം കൊണ്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പുതിയൊരു പാർട്ട്ണർഷിപ്പിലേക്ക് കടക്കുന്നവരോട് അങ്ങനെ ഒന്ന് പറയാല്ലേ? അല്ലെ, അത് തന്നെയാണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് അതിൻ്റെ മെയിൻ കാര്യം. അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഒരിക്കലും. അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഒരുപാട് കാലമൊന്നും പോകാൻ പറ്റില്ല. അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ കരിയർ വൈസ് എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? പുതിയ എന്തെങ്കിലും ക്യാരക്ടർ, ഇപ്പം ചേട്ടൻ പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതായത് വേറെ എന്തെങ്കിലുമൊക്കെ സിനിമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പുതുതായിട്ട്? ഞാൻ മറിമായം തന്നെയാണ് ചെയ്യുന്നത്. കാര്യം ഇപ്പം നിലവിൽ എനിക്ക് അത് തന്നെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം. ഒന്നാമതേ രാവിലെ പോയിട്ട് വൈകിട്ട് വരണം. പിന്നെ എൻ്റെ ഓൺലൈൻ സ്റ്റോറ് ഓസ്കി ഡിസൈൻസ് എന്നാണ് പേര്. അപ്പം അതിൻ്റെ കാര്യങ്ങളും നമ്മൾ തന്നെയാണല്ലോ നോക്കണേ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ നമുക്കൊരു സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെയും ഇടയ്ക്ക് പോയിട്ടൊന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് അത് തന്നെയാണ് കംഫർട്ടബിൾ. പിന്നെ ഏറ്റവും ഇഷ്ടം മറിമായതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു. അതെ, പിന്നെ ബാക്ക് ടു സ്റ്റേജ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മനോരമയുടെ ഹോർത്തൂസിൻ്റെ ഭാഗമായിട്ട് നവംബർ 15-ാം തീയതി ഒരു നാടകം ഞങ്ങളുടെ പഴയ കാലടിയിൽ ഞാൻ സുരഭി ബിനോയ് ചേട്ടനൊക്കെ ഉൾപ്പെടുന്ന ഒരു നാടകം നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, എറണാകുളത്ത് ചാവറയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് ജേണി എങ്ങനെയുണ്ട്? അയ്യോ ശ്രീ എന്ന് പറഞ്ഞെടുക്ക്. ജേണി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓക്കെയാണ്. പക്ഷേ അതിൽ തന്നെ നിൽക്കണം. അത് വലിയൊരു കാര്യമാണ്. അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം എല്ലാവരും പറയും സൈഡായിട്ടൊരു ബിസിനസ്. ഒരിക്കലും സൈഡല്ല. അത് മെയിനാണ്.
അപ്പം അത് അതിൻ്റെ കൂടെ എല്ലാ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഈ വരുന്ന ഓർഡേഴ്സൊക്കെ ലിസ്റ്റ് ചെയ്ത് അതിനൊക്കെ എല്ലാം അത് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് തന്നെ എഴുതി. ഇപ്പോഴും വേറെ സ്റ്റാഫിനെ വേറെ ആരെയും വച്ചിട്ടില്ല. കുറച്ച് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഹെൽപ്പും അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാകാറില്ല. ഞാൻ പറയാം, ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ വീഡിയോസ് അങ്ങനെ എന്തൊക്കെ എടുത്ത് കൊടുക്കുന്നതല്ലാണ്ട് ബാക്കിയെല്ലാം ഒറ്റയ്ക്ക്. അല്ല, അതെന്താ വെച്ചാൽ നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടില്ല ഇപ്പോഴും. ത്രൂ ഇൻസ്റ്റ FB ഒക്കെയാണ് ഓർഡേഴ്സ് വരിക. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എന്താണ് ക്ലോത്ത്, ഏതാണ് ബ്ലൗസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കും പറ്റില്ല. എന്ന് വെച്ചാൽ അത് എനിക്ക് തന്നെ പറ്റുള്ളൂ. ഞാനാണല്ലോ വീഡിയോ ഇടുന്നതും എല്ലാം ഞാൻ തന്നെയല്ലേ. അപ്പം എനിക്ക് തന്നെ അത് പറ്റുള്ളൂ. അതേസമയം ഇനിയിപ്പം ഉടനെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യും. വെബ്സൈറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ ശ്രീക്ക് കുറേ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ശ്രീ പേടും അല്ലേ അല്ലേ. അപ്പം ഞാൻ ശ്രീനെ ഏൽപ്പിക്കും. അപ്പോൾ ചേട്ടന് വേറെ എന്തെങ്കിലും പ്രോജക്റ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടോ, അതോ ടാർസിൻ്റെ തന്നെ? ടാർസിൻ്റെ മാഷിൻ്റെ തന്നെ 1-2 പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അത് ഈ പറയുന്ന പോലെ സമയത്തിന് ചെയ്ത് തുടങ്ങണം. അതിൻ്റെ ഒരു ഇതിലാണ്. തുടങ്ങാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും നല്ലൊരു ഗായകനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഒരു പാട്ടുകൂടെ പാടിക്കാതെ എങ്ങനെയാ അല്ലേ ചേച്ചി? പാടത്തെ ഇപ്പോൾ ഒരു പാട്ടുകൂടെ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം മുതിരും നിൻ ചൊടികൾ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം മുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം മുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോ. ഓക്കെ. അപ്പോൾ തീർച്ചയായും ലൈഫിലെയും അതുപോലെ തന്നെ കരിയറിലെയും ഈ ഒരു ബ്യൂട്ടിഫുൾ ജേണി അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ എന്തായാലും നല്ലൊരു ടോക്ക് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. സോ ഫൈനലി നമ്മളൊരു ഫീഡ്ബാക്ക്. ഇതാണ് നമുക്ക് തരുന്നത്? അല്ല, ഇതൊരു ഫീഡ്ബാക്ക് ആണ്. ഒപ്പിട്ട് കൊടുക്കാൻ ആധാരം എഴുതിയിട്ട് ഒപ്പിട്ട് ഞങ്ങൾ സിഗ്നേച്ചർ ചെയ്ത് തരാം, നിങ്ങൾ എഴുതിക്കോളൂ. ഓക്കെ, ഇല്ല ശ്രീ എഴുതിയാ മതിയോ? ഇതെങ്കിലും എഴുത്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.